എന്റെ കോഴി മുട്ട ഇട്ടിട്ടുണ്ട് ഇവിടെ ഒരു മൂലക്കില്. ഒന്നപ്പുറത്ത് നിങ്ങളെ കോഴി മുട്ട ഇട്ടു അവിടെ. 3 മുറുക്ക്. കണ്ടാത്തപ്പോ കോഴി മുട്ട ഇട്ടിട്ടുണ്ട് ഇവിടെ ഒരു മൂലക്കില്. ഒന്നപ്പുറത്ത് നിങ്ങളെ കോഴി മുട്ട വേറെ മുട്ട ഇട്ടേ. മുട്ട ഒന്ന് കരണ്ടിന്റെ അത് 2 കോഴിയായിട്ടേ ഇവിടെ ഇങ്ങനെ ഇതാണ് ഇവിടുത്തെ അവസ്ഥ. കയറി നല്ല മര്യാദ കിട്ടൂലേ അവിടെയും പടി. ഇപ്പൊ എത്ര ദിവസമായി കോഴി മുട്ട ഇടല്ലോ? ഇപ്പൊ 4-5 ദിവസം 5-8 മുട്ട ഇട്ടി. പപ്പ തോട്ടത്തിൽ നിന്നപ്പോ മിഠായിക്കാ കഴിക്കുന്നത്. പപ്പ തോട്ടത്തിൽ നിന്നല്ല ഞാൻ ഇന്നെന്താ നനക്കാനേ എനിക്കാ നനയ്ക്ക. ഇപ്പ മഞ്ഞക്കിളി ആണല്ലോ, മഞ്ഞ കവറും. പപ്പ വന്നാ പിന്നെ ഇവിടെ പെരുന്നാളല്ലേ കുട്ടിക്ക്. ഇക്ക ഒരാ കരിക്കൊന്ന് വെട്ടിക്കൊടുക്കോ. എന്തൊക്കെ നടക്കാണ്ടായിരുന്നത്? 3 മുറുക്ക്. ചൂടില് കുടിച്ചാൽ തണുത്ത ഭക്ഷണേ അച്ചാറൊന്നും വേണ്ട. ഇപ്പത്തിനാ 3 മുറുക്കിന് അച്ചാറ് ഇല്ലേ? കണ്ടോ 3 മുറുക്ക് കഴിഞ്ഞ ഏത് മുട്ടായി കൊണ്ട് കൊടുക്ക. അപ്പോൾ ഇതാ ഇന്നൊരു കല്യാണം ഉണ്ട് ഇവിടെ കുറച്ച് അടുത്ത് തന്നെയാണ്. എൻ്റെ സ്കൂളിൽ പഠിച്ചൊരു കുട്ടി, എൻ്റെ താഴെ ക്ലാസ് പഠിച്ചൊരു പെൺകുട്ടീൻ്റെ കല്യാണം കേട്ടോ. അപ്പോൾ ഞാൻ പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. പെട്ടെന്ന് വരും. അപ്പോൾ എന്തായാലും ഞാൻ കല്യാണത്തിന് ഇറങ്ങാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പം ഞാൻ ഇന്ന് പാർട്ടി വെയർ ആണ് ഇട്ടിട്ടുള്ളത്. എനിക്കെന്ന് പറഞ്ഞാൽ എവിടെയും ഫംഗ്ഷന് പോകുമ്പോൾ പാർട്ടി വെയർ ഇടുന്നതാണ് എനിക്കിഷ്ടം. പക്ഷേ ഞാൻ ഈ സാധാരണ യൂസ് ചെയ്യൽ ജീനും ടോപ്പുമാണ്. കാരണം എനിക്കതാണ് കംഫർട്ടായിട്ട് തോന്നാറ്. അപ്പോൾ അല്ലാത്ത ഇടാറില്ല എന്നല്ല, പക്ഷെ ഏറ്റവും കൂടുതൽ ഞാൻ പുറത്തോട്ട് നോർമലി പോകുമ്പോഴോ അല്ലെങ്കിൽ ട്രാവലിങ് ചെയ്യുമ്പോഴൊക്കെ ജീനും ടോപ്പ് ഇടുന്നതാണ് എനിക്കൊരു ഇതായിട്ട് തോന്നുന്നത്. പക്ഷെ പാർട്ടിക്ക് പോകുമ്പോൾ എന്തായാലും ഞാൻ പാർട്ടി വെയർ ആണ് വെയർ ചെയ്യൽ. അപ്പോൾ ഇന്നിതാ നമ്മളെ ഓൺലൈൻ സ്റ്റോർ തന്നെയാണ് കേട്ടോ അത്. അപ്പോൾ ഇതൊരു പാർട്ടി വെയർ ഇട്ടിട്ട് വെഡ്ഡിങ്ങിന് ഇറങ്ങുകയാണ്. ഇന്ന് ഉമ്മ ഇല്ല കേട്ടോ വെഡ്ഡിങ്ങിന്, കാരണം എൻ്റെ ഫ്രണ്ടിൻ്റെതല്ലേ. ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ എൻ്റെ കൂടെ പഠിച്ചല്ല, എൻ്റെ താഴെ ക്ലാസ്സിൽ പഠിച്ച ഒരു മോളെ കല്യാണമാണ്. അപ്പോൾ എന്തായാലും ഞാൻ പോകാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ഞാൻ പെണ്ണിനെ കാണിക്കാൻ പറ്റുകയാണെങ്കിൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇവിടെ അടുത്ത നിക്കാൻ്റെ വീടിൻ്റെ ഇവിടുന്ന് ഒരു കുറച്ച് കിലോമീറ്റർ അപ്പുറമാണ്. എന്തായാലും വേറെ ആരുമില്ല, ഞാൻ തന്നെ ഒറ്റയ്ക്കാണ് പോകുന്നത്. എന്തായാലും ചായ അടിക്കുക അസോ ഉമ്മച്ചിയെ പോയിട്ട് വരാം കേട്ടോ. കല്യാണത്തിന് ഒരു ചെറിയ ഇത് കൊടുക്കാണ്ടിട്ട് ഇപ്പോൾ വരാം കേട്ടോ. നല്ല ടേക്ക് കേട്ടോ. പത്തിരി കഴിച്ചോളിട്ടോ. ഈ എന്താ പൊറോട്ട കഴിക്കണങ്ങൾ ഉണ്ടാവും? നമ്മൾ പോയി വരേ. നല്ല കൊച്ചു ടി വി കാണുന്ന തിരക്കില്ല. ഞാൻ പോയി വരാം കേട്ടോ കല്യാണത്തിന്. അമ്മയും വരൂലേ? അവിടെ അടുത്തന്നെ. ഞാൻ ഞാൻ പോയി വരും. വണ്ടി പോലെ തന്നെ എനിക്കറിയില്ല വീട്. അപ്പൊ ചോദിച്ചറിഞ്ഞ പോണ്ടി വരും. കണ്ടാത്തപ്പോ അപ്പൊ എന്തായാലും പോയി നോക്കട്ടെ. എനിക്ക് അറിയൊന്നുമില്ല, ആരോട് ചോദിക്കണം എവിടെ വീട് എന്നൊക്കെ. ഉണ്ടാക്കട്ടെ. സംസാരിച്ചുള്ള വീഡിയോ എടുത്തതില്ലേ? സുന്ദരിയായിട്ടുണ്ട്. ഇതാണ് നമ്മള് ഇന്നത്തെ ബ്രൈഡ് അല്ലേ? നല്ല സുന്ദരിയായി ഒരുങ്ങി. അവരെപ്പോഴും വരിക? അവരിതേ വന്നുകൊണ്ടിരിക്കും. പക്ഷെ ലോങ് ഉണ്ടല്ലോ, ഇവിടെ നിന്നാണ് ഭയങ്കര ട്രാവൽ ഉണ്ട്. അപ്പോൾ ഇതാ നമ്മൾ പെണ്ണിൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. ഇവിടെ 10-ന്റെയും 11-ന്റെയും ഇടയിലാണ് തോന്നുന്നു ഇവർ മുഹൂർത്തം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏതായാലും നമ്മൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളെ കല്യാണത്തിൽ നിന്ന് ഒരുപാട് ഡിഫറെൻ്റ് ഉണ്ടല്ലോ ഇവർ ഓരോ ചടങ്ങുകളും കാര്യങ്ങളൊക്കെ. അതൊക്കെ കണ്ടിരിക്കാൻ നല്ല രസമുണ്ട് കേട്ടോ. അപ്പോൾ അതാ ചെക്കന് വന്നപ്പോൾ കുറേ അമ്മമാർ വിളക്കൊക്കെ കാണിച്ചിട്ടാണ് ചെക്കനെ ഉള്ളിലേക്ക് ക്ഷണിച്ചിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ കണ്ടിരിക്കാൻ തന്നെ നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പം നമുക്ക് ഇവരെ കല്യാണ ചടങ്ങോട് ജസ്റ്റ് ഒന്ന് കാണാം അല്ലേ. അപ്പോൾ എന്തായാലും നല്ല അടിപൊളി കല്യാണമായിരുന്നു. നല്ല അടിപൊളി സദ്യയൊക്കെ കഴിക്കാൻ പറ്റിയിട്ടോ.
ഓക്കെ, കുറച്ച് കൈ താഴ്ത്തി പിടിച്ചേ, കുറച്ച് കൈ താഴ്ത്തി പിടിച്ചേ. ഓക്കെ, കുറച്ച് ഓക്കെ, അവിടെ കുറച്ച് കൈ താഴ്ത്തി പിടിച്ചേ, പിടിച്ചേ. എടാ ഒന്ന് പിടിച്ചോ, ഒന്ന് പിടിച്ചോ, നല്ല ഫേസ് അവിടെ അപ്പോൾ നമ്മൾ കല്യാണത്തിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള സെക്ഷനാണ് ഫുഡിൻ്റെ സെക്ഷനല്ലേ. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പം ഞാൻ സത്യം പറഞ്ഞാൽ കുറേ കാലത്തിന് ശേഷമാണ് ഇവരെ കല്യാണത്തിന് പോകുന്നത്. അപ്പം ഞാൻ ഉള്ളിലിങ്ങനെ നിന്നു, ആരെങ്കിലും കല്യാണത്തിന് ഫുഡ് കഴിക്കാൻ വിളിക്കല്ലോ എന്ന് വിചാരിച്ചിട്ട്. പക്ഷെ ആരും വിളിക്കാത്ത കണ്ടപ്പോൾ ഞാനിങ്ങനെ അവിടെ ഇരിക്കുന്ന കണ്ടിട്ട് പെണ്ണിൻ്റെ അനിയത്തിയാണ് ഫുഡ് കഴിച്ചോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല എന്ന് പറഞ്ഞപ്പോൾ എന്നെ കൊണ്ടാക്കിയത്. അപ്പോൾ ഇവിടെ നിന്നപ്പോൾ അരമണിക്കൂർ 3/4 മണിക്കൂർ സീറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പുറത്ത് വെയിറ്റ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഇല വിളമ്പാനും അതുപോലെ തന്നെ ചോറിടാനൊക്കെ ഒരുപാട് ടൈം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് സത്യം പറഞ്ഞാൽ നല്ല അടിപൊളി സദ്യ തന്നെയായിരുന്നു കേട്ടോ. ഞാൻ കുറേ കാലത്തിന് ശേഷമാണ് സദ്യ കഴിക്കുന്നത്. എനിക്ക് സദ്യ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അപ്പുറം വേറെ ഇഷ്ടമുള്ളൊരു സംഭവമില്ല. ഫുൾ വിഭവങ്ങളൊക്കെ ആയിട്ടുള്ള സദ്യ തന്നെയായിരുന്നു. നല്ല ടേസ്റ്റുള്ള ഫുഡ് തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ കുറേ നേരം വെയിറ്റ് ചെയ്ത് നല്ല ടേസ്റ്റുള്ള സദ്യയൊക്കെ കഴിക്കാൻ പറ്റി. അപ്പോൾ ഇന്നത്തെ കല്യാണത്തിൻ്റെ വീഡിയോസൊന്നും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ താല്പര്യമുള്ളവർ നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഓരോരുത്തരും സപ്പോർട്ടാണ് നമ്മളെ വീഡിയോസ് ഇടാനുള്ള ആ ഒരു എനർജി. അതുപോലെ തന്നെ ഓരോ വിജയത്തിൻ്റെ പിന്നിലുള്ള നിങ്ങളെ തന്നെയാണ്. അപ്പോൾ എന്തായാലും ആ ഒരു നന്ദിയൊക്കെ എല്ലാവരോടും ഉണ്ട്. പിന്നെ അതുമാത്രമല്ല, നമ്മൾ ഈ കല്യാണം സ്ഥലത്തുനിന്ന് ഒരുപാട് നമ്മൾ സബ്സ്ക്രൈബേഴ്സ് നമ്മളെ ഇഷ്ടപ്പെടുന്ന ആളുകളെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. പപ്പ കെട്ടി തന്ന ഊഞ്ഞാലാ? എന്ത് രസമുള്ള ഊഞ്ഞാൽ എൻ്റെ കുട്ടിക്ക് പപ്പ കെട്ടിക്കൊടുത്ത് നോക്കിയാണീ. ഉമ്മച്ചി കല്യാണത്തിന് വന്നപ്പോൾ അവിടെ നല്ല കെടില ഊഞ്ഞാലൊക്കെ ഉണ്ട്. ഇത് പപ്പ കെട്ടി തന്ന? തീയോ? തീയൊക്കെ പാർപ്പിച്ചോ? എനിക്ക് പനിയുണ്ടപ്പോ?
എനിക്കൊരു പാട്ടാടി എന്നാ അങ്ങനെ ഇരിക്കലേ യോ ഓന് അലിഞ്ഞും കൊടുക്ക നല്ല രസമുണ്ടല്ലോ കുഞ്ഞാലെ കാണാന്. അപ്പം ഇന്ന് രാവിലെ അസുവിന് ചെറിയൊരു പനിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കാരണം അവനിപ്പോൾ ഇടയ്ക്ക് അസുഖങ്ങൾ പെട്ടെന്ന് വരുന്നത്. പിന്നെ ഇപ്പം എല്ലാവർക്കും ഇപ്പോൾ ചുമയും കാര്യമൊക്കെ ഉണ്ട്. കാരണം ഇപ്പോഴത്തെ കാലാവസ്ഥൻ്റെ ചേഞ്ച് കൊണ്ടാണ്. അപ്പോൾ ഞാൻ പോയപ്പോൾ അവന് മരുന്നൊക്കെ കൊടുത്ത് പോയതായിരുന്നു. ഇക്കതാ നല്ല അടിപൊളി ഊഞ്ഞാലൊക്കെ കെട്ടി കൊടുത്തിട്ടുണ്ട് ഞാൻ വന്നപ്പോൾ. പിന്നെ അവനിതാ ക്ഷീണം ഇതാക്കാൻ വേണ്ടിയിട്ട് ഇക്ക ഇളഞ്ഞീനൊക്കെ വെട്ടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇളഞ്ഞി വെട്ടുന്ന കാര്യത്തിൽ ഇക്കയാണ് കേട്ടോ. കാരണം ഞങ്ങൾക്കൊന്നും അത് കഴിയില്ല. കാരണം ഭയങ്കര ഇഷ്ടമാണ് ഇളഞ്ഞീന്, പറഞ്ഞിട്ട് കാര്യമില്ല. അത് വെട്ടി കുടിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് റിസ്ക്കുള്ള സംഭവം അല്ലേ. അപ്പോൾ ഇക്ക നല്ല രീതിയിൽ അത് വെട്ടി ഞങ്ങൾക്ക് തരാറുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മളെ വീഡിയോസും നമ്മളെ ഫാമിലി കണ്ടൻറ്റൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നത്. നമ്മളെ വീഡിയോയിൽ എന്ന് പറഞ്ഞാൽ നമ്മളൊന്നും എക്സ്ട്രാ ആഡ് ചെയ്യുന്നില്ല. നമ്മളെ വീട്ടിൽ എന്താണോ അതാണ് നിങ്ങൾക്ക് ഞങ്ങൾ ഫാമിലി വ്ളോഗിലൂടെ കാണിച്ചു തരുന്നത്. ഉമ്മ എങ്ങനെയാണോ ഇക്ക എങ്ങനെയാണോ അത് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഹസുവിന് ഇക്ക ഇളഞ്ഞീൻ വെള്ളമൊക്കെ കൊടുത്തിട്ടുണ്ട്. അവൻ ആദ്യമൊന്നും കുടിക്കില്ലായിരുന്നു. ഇപ്പം എന്താ അറിയില്ല, അപ്പം കുടിക്കൽ തുടങ്ങിയിട്ടുണ്ട്. ഇക്ക ഇത് നമ്മൾ അന്നാക്കിച്ചിനാ ഇതാര് കെട്ടി തന്ന ഡാഡിയോ? ഇപ്പൊ ഞാൻ കല്യാണം കഴിഞ്ഞിപ്പോൾ വന്ന് ഏകദേശം ഒരു മണിയായിട്ടുണ്ട്. കാരണം നമ്മളെ വെഡിങ് പോലെ അല്ലല്ലോ അവരെ ഫുഡിന് കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം. കുറച്ചല്ല, ഞാൻ നല്ല വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഏകദേശം 1 മണിക്കൂർ 3/4 മണിക്കൂർ വെയിറ്റ് ചെയ്ത് പിന്നെ അത് ഇലട്ട് ചോറുന്നാൻ കുറേ ടൈം എടുത്തിട്ടുണ്ട്. അപ്പം ഇന്ന് സത്യം പറഞ്ഞാൽ മനസ്സറിഞ്ഞ് തിന്നൊരു ദിവസമായിട്ട് സത്യം പറഞ്ഞാൽ. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് സദ്യ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ്. അതുണ്ടെങ്കിൽ പിന്നെ ഒന്നും വേണ്ടി വരില്ല. അത്ര ഇഷ്ടമുള്ള സാധനമാണ്. ആ ഇലയിൽ എല്ലാ വിഭവങ്ങളും ഇങ്ങനെ വെച്ചിട്ട് ആ ഒരു പായസമൊക്കെ കുടിച്ചിട്ട് അപ്പോൾ ഇന്ന് നമ്മൾ പോയ വെഡ്ഡിങ് എന്ന് പറഞ്ഞാൽ നല്ലൊരു വെഡ്ഡിങ് ആയിരുന്നു. നല്ല ഒരുപാട് വിഭവങ്ങൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡൊക്കെ കഴിച്ചിങ്ങനെ വന്നിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും നല്ലൊരു ഹാപ്പി ആയിട്ട് ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ വന്ന് കയറിയിട്ടേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഇവിടെ അടുത്ത് തന്നെ ആയിരുന്നു. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ എന്തായാലും നല്ലൊരു വെഡ്ഡിങ് ആയിരുന്നു. അത്യാവശ്യം നല്ല ആളുകളൊക്കെ ഉണ്ടായിരുന്നു. നല്ല ഫുഡായിരുന്നു. എനിക്ക് ഒരുപാട് ഇഷ്ടമായി. അപ്പോൾ സദ്യ എന്ന് പറഞ്ഞാൽ ഇനി സദ്യ എനിക്ക് മുന്നിൽ വെച്ചിട്ട് വേറെ എന്ത് വിഭവം മുന്നിൽ വെച്ചിട്ട് ഒരു കാര്യമില്ല. ആ സദ്യ മാത്രമേ ഞാൻ കഴിക്കുള്ളൂ. കാരണം എനിക്ക് സദ്യ ഉണ്ടാക്കി തരില്ല ആരാന്ന് വെച്ചാൽ ഉമ്മാൻ്റെ ജ്യേഷ്ഠത്തി കേട്ടോ. അവിടെ എന്തെങ്കിലും പ്രോഗ്രാമൊക്കെ ഉണ്ടെങ്കിലും അല്ലെങ്കിൽ അവരെ വീടിൻ്റെ അടുത്തൊക്കെ ഹിന്ദുസ് ഉണ്ട്. അപ്പോൾ അവരുണ്ടാകുമ്പോൾ നമുക്ക് സദ്യ കിട്ടില്ല. അപ്പോൾ അവർ നമ്മളെ ഓണത്തിനൊക്കെ വിളിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ പോകാറുണ്ട് കേട്ടോ സദ്യ കഴിക്കാൻ. പിന്നെ മൂത്തമ്മ അവിടെ എന്തെങ്കിലും സൽക്കാരൊക്കെ വെക്കുകയാണെങ്കിൽ സദ്യ ഉണ്ടാക്കാറുണ്ട്. കാരണം അവരുടെ അടുത്തുള്ള ആ ചേച്ചിമാരൊക്കെ ഉണ്ടാക്കി കൊടുക്കും എല്ലാ സംഭവവും. കാരണം സദ്യ എന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. പക്ഷെ ഒരുപാട് റിസ്ക്കാണ് ഈ സംഭവം ഉണ്ടാക്കിയെടുക്കാനല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ അപ്പോൾ മൂത്തമ്മയുടെ അടുത്തു നിന്നാണ് ഞാൻ കൂടുതൽ സദ്യ ഇടയ്ക്ക് പോയി കഴിക്കാറ്. അപ്പോൾ ഇപ്പോൾ കുറച്ച് കാലമായിട്ടോ സദ്യ കിട്ടിയിട്ട് മൂത്തമ്മയുടെ അടുത്തുനിന്നും. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ അത് മാത്രമല്ല, നമ്മളിന്ന് വെഡ്ഡിങ്ങിന് പോയപ്പോൾ കുറേ നമ്മൾ സബ്സ്ക്രൈബേഴ്സിനെ കണ്ടിട്ടുണ്ടായിരുന്നു. അവർ സംസാരിച്ചു, ഭയങ്കര സന്തോഷം തോന്നി കേട്ടോ. കാരണം നമ്മൾ എവിടെ പോയാലും ഇപ്പം നമ്മളെ തിരിച്ചറിയുന്നുണ്ട്. അതാണ് ഏറ്റവും വലിയൊരു സംഭവം കേട്ടോ. അത് എങ്ങനെയോ നിങ്ങളോട് പറയാമെന്ന് അറിയില്ല. നമ്മൾ യൂട്യൂബിൽ വന്നിട്ട് അതൊക്കെ തന്നെയാണ് കേട്ടോ ഏറ്റവും ഹാപ്പിനെസ് ആയിട്ടുള്ള തോന്നിയൊരു മൊമെൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മളെ കണ്ടിട്ട് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാൻ അല്ലെങ്കിൽ നമ്മളെ സ്നേഹിക്കുന്ന ആളുകളെ നമ്മളെടുത്ത് വരിക, സംസാരിക്കുക. അതിനെക്കുറിച്ച് ഭയങ്കര സന്തോഷമുള്ളൊരു ഇതാണ്. അപ്പോൾ ഇന്ന് കുറേ നമ്മൾ വീഡിയോ കാണുന്ന കുറേ ആളെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു വെഡ്ഡിങ്ങിന്. അപ്പോൾ എന്തായാലും നമുക്ക്